ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇന്ന് ഈ വീഡിയോ ചെയ്യുവാനുള്ള കാരണം, ഒരു സഹോദരിയുടെ ഒരു വീഡിയോ ഞാൻ കാണുവാനായിട്ടിടയായി. അതായത് നമ്മൾ പ്രായമായവർ, അതായത് ഒരു റിട്ടയർമെൻറ്റ് ഏജ് അടുത്തവരും റിട്ടയർമെൻറ്റ് ആയവരൊക്കെയും ചെയ്യേണ്ടതായ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ ഉത്സാഹത്തോടു കൂടി മാഡം വന്നിട്ട് പല വീഡിയോകളും ചേർന്നു. അതിലൊരു വീഡിയോ ഞാൻ കാണുവാനിടയായി. അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് പറയുവാനായിട്ടുള്ളത്, നമ്മൾ റിട്ടയർമെൻ്റ് ആയി നമുക്കിനിയൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാളുപരി നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാണ്ട്, പ്രത്യേകിച്ച് നമ്മളിൽ പലരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ തനിച്ച് ജീവിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർ ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഡിഫെൻസീവ് മോഡിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാവുന്നതാണ്. അതായത് എനിക്കാരുമില്ല, എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നെക്കൊണ്ടാകുന്നത് ഞാൻ ചെയ്യും, എന്നാൽ കഴിവത് ഞാൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉത്സാഹിക്കും, പ്രവർത്തിക്കുമെന്നൊക്കെയുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ എടുത്തുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുമല്ലോ. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറുമാണ് നമ്മൾക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. അതായത് മക്കളൊക്കെ ദൂരെയാണ്, അതുപോലെ തന്നെ അവർക്ക് നമ്മളെ വന്ന് കാണുവാനോ എടുക്കുവാനോ അല്ല അതിനുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരവസരത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് നിരാശപ്പെട്ടു പോകാതെ ഒരു ഡിഫെൻസീവ് മോഡിലേക്ക് നമ്മളെ തന്നെ സ്വയം മാറ്റുന്നതായിട്ട് നേച്ചർ തന്നെ നമ്മളെ അങ്ങനെ ആക്കുന്നുവെന്ന് പറയുന്നതായിട്ട് കണ്ടു. അത് ശരിയാണെന്ന് ആണ് എനിക്കും പറയുവാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അല്ലെങ്കിൽ നമ്മൾ ജീവിതം കൊണ്ട് നടന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് നിരാശപ്പെടുന്നതിന് പകരം ആ ഡിഫെൻസീവ് മോഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കുവാനായിട്ട് നമ്മൾക്ക് ജീവിതത്തിൽ കഴിഞ്ഞു പോയ അവസരങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ ഇനി വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ സാധിക്കും. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, നമ്മൾ ഇനി എന്ത് പ്ലാൻ ചെയ്യാനാണ്, ഇനി ജീവിതത്തിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഓരോ ദിവസവും അതാത് ദിവസത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് പ്രകാരം വളരെ ലൈവ്ലി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടു നടത്താനായിട്ട് ശ്രമിക്കേണ്ടത് ഏറ്റവും നല്ല കാര്യമാണ്. അതായത് 8 to 12 hours നമുക്ക് ഡേ ടൈം കിട്ടുന്നത്. ആ ഡേ ടൈമിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന, അതായത് ഹാർഡ് വർക്കല്ല പറയുന്നത്, നമ്മൾ ഇൻ്റലിജൻ്റായിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ വേറൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെ ആയിരിക്കണമെന്നും ആരുടെ കൂടെ ആയിരിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നൊക്കെ ദൈവം ഓൾറെഡി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വറി ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. വറി കൊണ്ട് നമുക്ക് വെറുതെ ടൈം വേസ്റ്റും നമ്മളുടെ മനസ്സിന് ഹൃദയത്തിന് വേദന തരുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കടന്നു വരുന്നതായിട്ട് കാണാവുന്നതാണ്. വറി ചെയ്താൽ അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് പോകും, നമ്മുടെ മനസ്സമാധാനം പോകും, നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതയൊക്കെയും സ്ട്രെസ് ലെവൽ കൂടുന്നതായിട്ടൊക്കെ കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ഈ സായാഹ്ന വേള എന്ന് പറയാം, ജീവിതത്തിൻ്റെ സായാഹ്ന വേളയെന്ന് പറയാവുന്ന പോലെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരും ഇനി എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഇന്നത്തെ ലോകത്തിൻ്റെ രീതികൾ കാണുമ്പോൾ വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ നമ്മൾക്ക് ഓരോ ദിവസവും എക്സ്ട്രാ കിട്ടുന്നതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെ തന്നെ നമ്മൾ ട്യൂൺ ചെയ്ത്, അതായത് കഴിഞ്ഞു പോയ ദിവസങ്ങളെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ കുറവുകളെ നമുക്ക് പരിഹരിക്കാനോ അല്ലെങ്കിൽ വന്നുപോയ വീഴ്ചകളെ നമുക്ക് വീണ്ടും അത് ശരിപ്പെടുത്താനൊന്നും സാധിക്കത്തില്ല. മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ അധികം ഉണ്ടാകാതെയും നമ്മളുടെ മറ്റുള്ളവരെ അധികം ഡിപ്പെൻഡാകാതെ
നമ്മളെ തന്നെ സ്വയം നമ്മൾ ശക്തീകരിച്ചുകൊണ്ട് മനസ്സിനും ശരീരത്തിനും വേണ്ടതായ സംരക്ഷണവും അതുപോലുള്ള കെയറൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളുടെ ഓരോ ദിവസവും കഴിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അങ്ങനെ നമ്മളൊരു ഡിഫെൻസീവ് മോഡിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരുന്നത് നന്നായിരിക്കുമെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണല്ലോ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതായ കാര്യങ്ങൾ നമുക്ക് പറയുക, മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ അറിവുകളെ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ അത് ആവശ്യമുള്ളവർക്ക് ആ അറിവുകളെ എത്തിച്ചു കൊടുക്കാനായിട്ടും സാധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക. എപ്പോഴും ലേസി ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് പ്രയാസമാണ് വിഷമമാണെന്നുള്ള ആ ഒരു ടോണിൽ ജീവിക്കാതെ നമ്മൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിൻ്റെ ശക്തിയിലും ബലത്തിലും നമ്മളുടെ ഓരോ ദിവസങ്ങളെയും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കൃപയ്ക്കായി നമ്മൾ യാചിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ കൂട്ടുകാരായിട്ടുള്ളവരും നമ്മളുടെ ബന്ധുക്കളും മിത്രാദികളും നമ്മുടെ ഭർത്തത്തിലുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ നെയ്ബേഴ്സായിട്ടുള്ളവർ എല്ലാവരുമായിട്ട് ഒരു സ്നേഹത്തിൻ്റേതായ ഒരു സ്മൈൽ മാത്രം മതി. നമുക്കൊരാളോട് ഒരു നല്ല ഗുഡ് തോട്ട് നമ്മൾ സംസാരിച്ചില്ലെങ്കിലും ഒരു സ്മൈൽ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ലഭിക്കുന്നുവെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് നാനാ മതജാതികൾ നാനാവിധ ഭാഷകളുമുള്ള ജനങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ വസിക്കുന്നത്. എന്നാൽ ഓരോ ദിവസവും അവരിൽ കൂടെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അത് ഏറ്റവും നന്നായിരിക്കുന്നു. അവരുടെ ജീവിത രീതിയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അവരിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ നന്മയുണ്ടെങ്കിൽ അതിനെ കാണാനായിട്ടുള്ള സന്മനസ് നമുക്കുണ്ടാകേണ്ടതാണ്. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക, നല്ല കാര്യങ്ങൾ വിഷ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും ആശംസിക്കുന്നു. ഈ ഒരു നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല പ്ലീസ്.